Good morning, my dears. Today our topic capacity and bottlenecks. Operations management first previous class in the discuss what is meant by bottleneck. A bottleneck is defined as a resource which has demand requirement is greater than its capacity and which limit the output capacity of the complete system. It is a capacity constraint. A bottleneck affects the level of production capacity that a firm can achieve each period. Demand is greater than its capacity. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത് ബോട്ടിൽനെക്ക് അവർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലായ്പ്പോഴും നമുക്ക് ഡിമാൻഡ് ഉണ്ടായിരിക്കും. ആ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദെയർ കപ്പാസിറ്റി. നമ്മുടെ കപ്പാസിറ്റിയേക്കാളും ഡിമാൻഡ് കൂടിയിരിക്കുന്നൊരവസ്ഥ, നല്ലോണം ഡിമാൻഡ് ഉണ്ടായിരിക്കുകയും അത്രമാത്രം നമുക്ക് പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളെന്ത് പറയുന്നത്, അത് ലാസ്റ്റ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഡിമാൻഡ് ഉണ്ട് പക്ഷെ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണല്ലോ നമ്മൾ എന്ത് പറയുന്നത് ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ബോട്ടിൽനെക്ക് ഈസ് ഡിഫൈൻഡ് ആസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് മെന്റ് ബൈ കപ്പാസിറ്റി ബോട്ടിൽനെക്ക്, ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽനെക്ക്, ദെൻ ഐഡൻറ്റിഫൈ ദ ബോട്ടിൽനെക്ക്. എങ്ങനെ നമുക്കിങ്ങനെ ഇത്തരത്തിലുള്ള ബോട്ടിൽനെക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹൗ ടു അവോയ്ഡ് ബോട്ടിൽനെക്ക് ഇൻ പ്രൊഡക്ഷൻ. എങ്ങനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബോട്ടിൽനെക്ക് എന്ന് പറയുന്ന ഈ കേസസ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ക്രൈറ്റീരിയാസിനെ കുറിച്ചിട്ടാണ് ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഡിമാൻഡ് റിക്വയർമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി, സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ്. ഇതിനെ നമുക്ക് കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ് എന്ന് പറയാനുള്ള കാരണം കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ്, അതായത് ഒരിക്കലും നമുക്ക് അവിടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, നല്ലോണം ഡിമാൻഡ് ഉണ്ട്, നമുക്ക് എങ്ങനെ എന്തൊക്കെ മാക്സിമൈസ് ചെയ്തിട്ട് മാക്സിമം പ്രൊഡക്ഷൻ എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെയാണ് അവിടെ കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. എ ബോട്ടിൽനെക്ക് അഫക്ട് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ദാറ്റ് എ ഫേം ക്യാൻ അച്ചീവ് ഈച്ച് പീരിയഡ്. അവിടെ എ ബോട്ടിൽനെക്ക് അഫക്ട് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ബോട്ടിൽനെക്ക് തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കപ്പാസിറ്റി സ്വാധീനിക്കുന്നുണ്ട്. ദാറ്റ് എ ഫേം ക്യാൻ അച്ചീവ് ഈച്ച് പീരിയഡ്. അതാണ് ബോട്ടിൽനെക്ക് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഡിലൈസ് ദ പെർഫോമൻസ് ഓഫ് എ സിസ്റ്റം ആൻഡ് റിഡ്യൂസസ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ പ്രോസസ് ഈസ് നോൺ ആസ് ബോട്ടിൽനെക്ക്. As far as, for example, a manufacturing company has a different line of production. Each of them are connected to each other. The work produced from one unit in the input for other unit and so on. In this case, if one line is broken or halted due to some reason, then the other lines of production is directly affected, causing lower level of production. As a result is bottleneck. അതായത് ഇപ്പം നമ്മൾ പറയുക ശരിയായിട്ടുള്ള നമുക്ക് സപ്ലൈ കുറവായിരിക്കുന്നൊരവസ്ഥ, ശരിയായിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഡിമാൻഡ് ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ദെൻ ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രൊഡക്ഷൻ പ്രോസസ്സുകളിൽ ദെൻ 1/1 ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കാം, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് ചിലപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ അല്ലാതിരിക്കുക എന്ന് പറയുന്നതൊരു പ്രോബ്ലമാണ്. ദെൻ അതൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകാവുന്ന ഒരു പ്രശ്നം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ ബാധിക്കുകയും ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ നടക്കാതിരിക്കുകയും ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് നമ്മളുടെ കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ് ഓർ ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത്. ദെൻ അവിടെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചൊരു ടോപ്പിക് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ മറ്റൊരു ടോപ്പിക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽനെക്ക് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽനെക്ക്? പലതരത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങളുണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് പീപ്പിൾ കൺസ്ട്രെയിൻ, സെക്കൻഡ് വൺ ഈസ് മെറ്റീരിയൽ കൺസ്ട്രെയിൻ, തേർഡ് വൺ ഈസ് എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻ, ദെൻ പ്രോസസ് കൺസ്ട്രെയിൻസ്, മാനേജ്മെൻറ്റ് കൺസ്ട്രെയിൻസ്, then policy constraints, environmental constraints.
പ്രീവിയസ് ക്ലാസ്സിലെ ലാസ്റ്റ് 5-10 മിനിറ്റ് കൊണ്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന പോയിൻ്റാണ്. ദെൻ ടൈപ്സ് ഓഫ് ബോട്ടിൽ നെക്ക്, എങ്ങനെയൊക്കെയാണ് ഈ ബോട്ടിൽ നെക്ക് ഉണ്ടാവുക, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽ നെക്ക്, ഇത് ഉണ്ടാവാനുള്ള ചില കാരണങ്ങളാണ് പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് പീപ്പിൾ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നതാണ്. പീപ്പിൾ കൺസ്ട്രെയിനിലെ ദറ്റ് ഈസ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ വിത്ത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഈച്ച് എംപ്ലോയി ഹാസ് ദെയർ ഓൺ വേ ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് മോട്ടിവേഷൻ വർക്ക്. So, in a manufacturing unit, bottleneck may occur due to union problem, illness, unexpected vacancy, hiring and training problem. Then ഇവിടെ പീപ്പിൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലേബേഴ്സിന് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ മൂലം അത് പ്രൊഡക്ഷനെ ബാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഡിമാൻഡുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ലേബേഴ്സ് വരാതിരിക്കുക, അതേപോലെ തന്നെ അവിടെ പറയുന്ന ഇൽനെസ്, സുഖമില്ലാതിരിക്കുകയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ വാക്കൻ്റ് ആവുകയോ അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് സ്കിൽഡ് ലേബേഴ്സ് അല്ലാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ബാധിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മളവിടെ പറയുന്നത് പീപ്പിൾ കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് മെറ്റീരിയൽ കൺസ്ട്രെയിൻസ് ആണ്. മെറ്റീരിയൽ കൺസ്ട്രെയിൻസിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ഹൈലി അഫക്റ്റഡ് ബൈ ദ poor management of inventory, then inadequate forecast, inefficient supplier, poor production planning, inadequate finance, changing product mix. These factors may cause improper flow of material, result reduction in overall production capacity and increasing leading time. അവിടെ ഫസ്റ്റ് വൺ പീപ്പിൾ കൺസ്ട്രെയിൻസ്, രണ്ടാമത് പറയുന്നത് മെറ്റീരിയൽ കൺസ്ട്രെയിൻസിലെ ദെൻ ഐഡൻറ്റിഫൈങ് ഇൻഎഫിഷ്യൻറ്റ് സപ്ലയർ, ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാതിരിക്കുക, അവിടെ ശരിയായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുക, ഇതൊക്കെ മെറ്റീരിയൽ കൺസ്ട്രെയിൻസിന് കാരണമാവുന്നു എന്ന് പറയുന്നത്. അവിടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻഎഫിഷ്യൻറ്റ് സപ്ലയർ, ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റ് സപ്ലൈ ഇല്ലാതിരിക്കുക. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ദറ്റ് ഈസ് എ പുവർ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ശരിയായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാതിരിക്കുക. ഡിഫറെൻറ്റ് പീപ്പിൾ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പുവർ പ്രൊഡക്ഷൻ പ്ലാനിങ്, ഇനാഡ്യൂക്കേറ്റ് ഫിനാൻസ്, ചേഞ്ചിങ് പ്രോഡക്റ്റ് മിക്സ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇതെല്ലാം ഏതിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറയുന്നത്, ബോട്ടിൽ നെക്ക്. ഏറ്റവും അവസാനം നമ്മൾ പറയില്ലേ ആ ബോട്ടിൽ നെക്ക്, ആ ഒരു എൻഡിലേക്ക് ഇതുവരെ എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്രമാത്രം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു കൺസ്ട്രെയിനിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന് പീപ്പിൾ കൺസ്ട്രെയിൻസ് ആവാം, പിന്നെ രണ്ടാമത് പറയുന്നത് മെറ്റീരിയൽ കൺസ്ട്രെയിൻസ് ആവാം. റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഇല്ല, ഇൻഎഫിഷ്യൻറ്റ് സപ്ലയർ ആയിരിക്കാം, പുവർ ക്വാളിറ്റി ആയിരിക്കാം, പുവർ പ്രൊഡക്ഷൻ പ്ലാനിങ് ആയിരിക്കാം, ഇനാഡിക്വേറ്റ് ഫിനാൻസ്, ചേഞ്ചിങ് പ്രോഡക്റ്റ് മിക്സ്. ദീസ് ആർ ദി വേരിയസ് റീസൺസ് ഫോർ മെറ്റീരിയൽ കൺസ്ട്രെയിൻസ്. ദെൻ തേർഡ് പോയിന്റ് പറയുന്നത് എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻസ് ആണ്. എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻസിൽ നമ്മളോട് പറയുന്നുണ്ട് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ, എക്സ്പാൻഡ് ഇൻ ഓർഡർ ടു മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. ദെൻ inappropriate planning, breakdown of machines, unavailability of spare parts, improper maintenance, low level of infrastructure machines and equipments become a constraint of manufacturing. ഇനി പറയുന്നത് എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻസ് ആണ്. എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻസിലെ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാം, അതുപോലെ തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കാം, അൺഅവൈലബിലിറ്റി ഓഫ് സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കാം, ഇംപ്രോപ്പർ മെയിൻ്റനൻസ്, low level of infrastructure, machines and equipment becomes a constraint of manufacturing. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പ്രോസസ് കൺസ്ട്രെയിൻ്റ് ആണ്. പ്രോസസ് കൺസ്ട്രെയിനിലെ ചിലപ്പോൾ അവിടെ പറയുന്നത് കൺസ്ട്രെയിൻസ് ഒക്കെ എനിവർ ഇൻ പ്രോസസ്, സപ്ലൈ ചെയിൻ, കസ്റ്റമർ, സപ്ലയർ എക്സെട്ര. ഹെൻസ് എനി കൈൻഡ് ഓഫ് പ്രോബ്ലം അഫക്റ്റിംഗ് ദ എൻറ്റയർ ഔട്ട്പുട്ട് ഓഫ് ദി സിസ്റ്റം ഈസ് നോൺ ആസ് പ്രോസസ് കൺസ്ട്രെയിൻ. അതായത് അവിടെ പറയാവുന്ന ചില പോയിന്റ് സപ്ലൈ ചെയിനിലുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളോ കസ്റ്റമേഴ്സ് സപ്ലയേഴ്സിലുണ്ടായിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളോ എവിടെയാണോ ഒരു ബുദ്ധിമുട്ട് നേരിട്ടേക്കുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നു. പ്രൊഡക്ഷൻ കുറയാനുള്ള കാരണമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ആ മെത്തേഡിൽ ഏതെങ്കിലും പ്രോബ്ലംസ് വരാം. ഇൻസഫിഷ്യൻറ്റ് റിസോഴ്സസ് ആവാം, പുവർ പ്ലാന്റ് ലേഔട്ട് ആവാം, ഇൻഫ്ലെക്സിബിൾ പ്രോസസ്സ് ആയിരിക്കാം, ക്വാളിറ്റി പ്രോബ്ലംസ് ആയിരിക്കാം. ഇതൊക്കെ ഏതിന് കാരണമാവുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടുപോയി എത്തിക്കാം. അപ്പോൾ പീപ്പിൾ കൺസ്ട്രെയിൻ, മെറ്റീരിയൽ കൺസ്ട്രെയിൻ, എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻ, പ്രോസസ് കൺസ്ട്രെയിൻറ്റ്. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് മാനേജ്മെൻറ്റ് കൺസ്ട്രെയിൻ. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് മീൻസ് ബെറ്റർ പെർഫോമൻസ് റിസൾട്ടിംഗ് ഇൻ ഹയർ ഔട്ട്പുട്ട് ആൻഡ് പ്രോഫിറ്റ്.
നമുക്കറിയാവുന്ന പോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണെങ്കിൽ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് മീൻസ് ബെറ്റർ പെർഫോമൻസ് റിസൾട്ടിങ് ഇൻ ഹയർ ഔട്ട്പുട്ട് ആൻഡ് പ്രോഫിറ്റ്. അതായത് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ഏതിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഹയർ ഔട്ട്പുട്ട് ആൻഡ് പ്രോഫിറ്റ്. ഔട്ട്പുട്ട് കൂടാനും പ്രോഫിറ്റ് കൂടാനും കാരണമാവുന്നു. Overall management of a manufacturing unit should comply with aim and objective of the company. Sometimes the management is not able to meet the needs of the system and becomes a constraint, causing different problems like demotivation of employees, ineffective flow of material and information. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ബോട്ടിൽ നെക്കിലേക്ക് എത്താനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പീപ്പിൾ കൺസ്ട്രെയിൻ്റ് ആവാം, മാനേജ്മെൻറ്റ് കൺസ്ട്രെയിൻ്റ് ആവാം, മെറ്റീരിയൽ കൺസ്ട്രെയിൻ്റ് ആവാം, എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻ, പ്രോസസ് കൺസ്ട്രെയിൻ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പോളിസി കൺസ്ട്രെയിൻ. നയപരമായിട്ടുള്ള പോളിസി എന്ന് പറയുമ്പോൾ ജനറൽ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ സാധാരണ പോളിസി എന്ന് പറയുന്നത്. അതിലെ പോളിസി ഓഫ് എ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഷുഡ് മീറ്റ് ദ ഗോൾ ഓഫ് കമ്പനി. It should be clearly defined what actions to be taken. Generally, the management is not able to define all the issues in specific way. അതായത് സാധാരണ രീതിയിൽ മാനേജ്മെൻറ്റിന് തന്നെ മുഴുവനായിട്ടുള്ള രീതിയിൽ അത് പറയാനായിട്ട് കഴിഞ്ഞുകൊള്ളുന്നില്ല. ദിസ് മേ ലീഡ് ടു എ കൺസ്ട്രെയിൻറ്റ് ഇൻ മാനുഫാക്ചറിങ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് കൺസ്ട്രെയിൻ. ദെൻ സെവൻത്ത് പോയിൻ്റ് ഈസ് എൻവയൺമെൻറ്റൽ കൺസ്ട്രെയിൻ. എൻവയൺമെൻറ്റൽ എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രോബ്ലംസ് ആയിരിക്കാം. അതായത് ചില നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ ചില കൺസ്റ്റൻ്റ് ആയിട്ട് മാറാം. ഓപ്പറേറ്റിംഗ് എൻവയൺമെൻറ്റ് ഇൻ ദ എനി ബിസിനസ് ഇൻക്ലൂഡ്സ് കോമ്പറ്റീറ്റേഴ്സ് ആക്ടിവിറ്റി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റഡ് ബൈ ഗവൺമെൻറ്, ലേബർ ലോ, യൂണിയൻ ലോ, കസ്റ്റമർ ഡിമാൻഡ് ആൻഡ് എക്സ്പെക്റ്റേഷൻ, എക്കണോമിക്കൽ സിറ്റുവേഷൻ, technological situation. At the same time, the firm should bear the social responsibilities. These all affecting the activities of business is called as environmental constraints. Environmental constraintsലെ ചിലപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറിയിട്ടുണ്ടായിരിക്കാം. അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ അവരുടെ ഫൈനാൻഷ്യൽ എക്കണോമിക് സിസ്റ്റത്തിലുണ്ടായിരിക്കുന്ന വ്യത്യാസമാവാം. ചിലപ്പോൾ ചില കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് എക്കണോമിക് സിറ്റുവേഷൻ, ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്, ഇതൊക്കെ കമ്പനിയെ ബാധിക്കാം. അപ്പോൾ ദെൻ ഇത്തരത്തിലുള്ള ആ ചേഞ്ചസിനനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ കൺസ്റ്റൻ്റായിട്ട് മാറാം. അപ്പോൾ പലതരത്തിലും നമ്മൾ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സ്ഥാപനം എത്താം. അപ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽ നെക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് ദറ്റ് ഈസ് പീപ്പിൾ കൺസ്ട്രെയിൻ, മെറ്റീരിയൽ കൺസ്ട്രെയിൻ, എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻ, പ്രോസസ് കൺസ്ട്രെയിൻ, management constraint, policy constraint, environmental constraint. Next point is identifying the bottleneck. That is identifying the bottleneck. Identifying the bottleneck. എങ്ങനെയാണ് നമുക്ക് ഈ ബോട്ടിൽനെക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക? ഐഡൻറ്റിഫൈ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഫോർ ഐഡൻറ്റിഫൈ ദ ബോട്ടിൽ. നമ്മുടെ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് എന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? അവിടെ നമ്മൾ പറയുന്നുണ്ട് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദെയർ കപ്പാസിറ്റി. ആ സ്ഥാപനത്തിൻ്റെ കപ്പാസിറ്റിയേക്കാളും കൂടുതലായിട്ട് ഡിമാൻഡ് ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്? ബോട്ടിൽ നെക്ക് എന്ന് പറയുക. അപ്പോൾ ഈ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നൊരു ഫോളോയിങ് ഏതൊക്കെ അവസ്ഥകളിലൂടെയാണ് നമുക്ക് ഈ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയിരിക്കണേ എന്ന് കണ്ടുപിടിക്കാം. ദെൻ ദ ഫോളോയിങ് 3 aspects in production line are important to recognize bottleneck in manufacturing. First one is accumulation, second one is throughput, and third one is capacity. 3 കാരണങ്ങളാണ് അതിൽ പറയുന്നത്. ദെൻ 3 aspects in production line are important to recognize bottleneck in manufacturing. മാനുഫാക്ചറിങ് യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം ദെൻ നമ്മൾ ബോട്ടിൽനെക്ക് എന്ന് പറയുന്ന പൊസിഷനിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ബോട്ടിൽനെക്ക്. ഫസ്റ്റ് വൺ ഈസ് അക്യുമുലേഷൻ. കൂട്ടമായിട്ട് എടുക്കുക, അക്യുമുലേറ്റ് ചെയ്യുക. വെനെവർ ദ ഇൻപുട്ട് ഓഫ് ഐറ്റംസ് ഹാപ്പൻസ് ഫാസ്റ്റർ ദാൻ എ ഗിവൺ പ്രോസസ്, അക്യുമുലേഷൻ ഒക്കേഴ്സ്. വെൻ individual items are processed sequentially, the place in production line with the greatest accumulation is likely to be a bottleneck that needs improvement. അവിടെ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സിൽ പറയുന്നത് 3 aspect ആണ് പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് അതിൽ 3 points ആണ്. 3 aspects നമ്മളോട് കെയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൽ ഫസ്റ്റ് പോയിന്റ് ഈസ് ദെൻ ദറ്റ് ഈസ് accumulation.
Then second point is throughput. Then third point is capacity. Accumulation, throughput and capacity. Accumulation എന്നുള്ള പോയിന്റിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ള മീനിങ് ആണ്. ദെൻ വെനെവർ ദ ഇൻപുട്ട് ഓഫ് ഐറ്റംസ് ഹാപ്പൻസ് ഫാസ്റ്റർ ദാൻ ഗിവൺ പ്രോസസ് അക്യുമുലേഷൻ ഒക്കേഴ്സ്. നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇൻപുട്സ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. വെനെവർ ദ ഇൻപുട്ട് ഓഫ് ഐറ്റംസ് ഹാപ്പൻസ് ഫാസ്റ്റർ ദാൻ എ ഗിവൺ പ്രോസസ് accumulation occurs. When individual items are processed sequentially, the place in production line with the greatest accumulation is likely to a bottleneck that needs improvement. Then അവിടെ പറയുന്നത് when individual items are processed sequentially, individual items ഒക്കെയാണ് സീക്വൻഷ്യൽ ആയിട്ടാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ the place in production line with the greatest accumulation is likely to be bottleneck that needs improvement. അതായത് ചെറിയ രീതിയിൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ, ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ മാത്രമാണ് പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുകയും അതിനനുസരിച്ച് പ്രൊഡക്ഷൻ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോഴും നമുക്കവിടെ സപ്ലൈ കുറവായിട്ട് ഫീൽ ചെയ്യാം. ദെൻ അവിടെ എന്താണ് അത് ബോട്ട്നെക്ക് എന്ന് പറയുന്നൊരവസ്ഥയ്ക്ക് കാരണമാവാം. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ത്രൂപുട്ട്. വാട്ട് ഈസ് മെൻ ബൈ ത്രൂപുട്ട്? Throughput is the amount of product or services that a company can produce and deliver to a client within a specified period of time. ഇവിടെ ത്രൂപുട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നതിൻ്റെ ആ കണക്ക് എത്രമാത്രം സാധിക്കും എന്നുള്ളത്, അതിനെയാണ് നമ്മൾ ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഇവിടെ ത്രൂപുട്ടിലെ ദറ്റ് ഈസ് ത്രൂപുട്ട് മീൻസ് അവിടെ നോക്കി വയ്ക്കുക. ത്രൂപുട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ്, അതായത് സർവീസസിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അത് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ത്രൂപുട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസസ് ദാറ്റ് എ കമ്പനി ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് ഡെലിവർ ടു എ ക്ലയൻറ്റ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 സ്ക്രീൻ ഓഫ് കോപ്പി ബീങ് പ്രിൻറ്റഡ് വിത്തിൻ എ 5 മിനിറ്റ്, അതായത് 5 മിനിറ്റ് കൊണ്ട് 20 കോപ്പി നമുക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട്, സ്ക്രീനിൽ കാണുന്ന 20 കോപ്പി നമുക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ ടൈം ബൗണ്ട് ചെയ്തുകൊണ്ട് അതിന് നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ 20 സ്ക്രീൻ ഓഫ് കോപ്പി ബീങ് പ്രൊഡ്യൂസ് വിത്തിൻ എ 5 മിനിറ്റ്, 5 മിനിറ്റ് കൊണ്ട് 20 കോപ്പി നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ത്രൂപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ത്രൂപുട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസസ് that a company can produce and deliver to a client within a specified period of time. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നതിൻ്റെ ടോട്ടലായിട്ട് ഒരു എമൗണ്ട് ഉണ്ട്, അതിനെയാണ് നമ്മളവിടെ ത്രൂപുട്ട് എന്ന് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ് ഈസ് കപ്പാസിറ്റി. ദെൻ ത്രൂപുട്ടിൽ തന്നെ ഒരു പോയിൻ്റ് കൂടെ, ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് മെഷീൻ ഇൻ എ പ്രൊഡക്ഷൻ ലൈൻസ് ഹെൽപ്സ് ഡിറ്റർമിൻ ദ ഓവറോൾ ത്രൂപുട്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് ഈച്ച് മെഷീൻസ് ഔട്ട്പുട്ട് while keeping track of throughput. In this manner, throughput will only increase when the machines, that is the bottleneck, experiences increased output. അതായത് തീർച്ചയായിട്ടും ഓരോ മെഷീനും എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു സമയം എത്ര 8 മണിക്കൂറിനുള്ളിൽ എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട്. അപ്പോൾ ഓരോ മെഷീൻസിൻ്റെയും പ്രൊഡക്ടിവിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു, ടോട്ടൽ ഔട്ട്പുട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓരോ മണിക്കൂറിലും 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുകയാണെന്ന് വെച്ചാൽ 8 മണിക്കൂർ കൊണ്ട് 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ ദെൻ അതാണ് 80 യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കും എന്ന് പറയുന്നതാണ് അതിൻ്റെ ത്രൂപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂപുട്ട് എന്ന് പറയുന്നത് ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് മെഷീൻ ഇൻ എ പ്രൊഡക്ഷൻ ലൈൻ ഹെൽപ്സ് ഡിറ്റർമിൻ the overall throughput. It is possible to change each machine's output while keeping track of throughput. In this manner, throughput will only increase when the machines, that is the bottleneck, experience increased output. Then third point is capacity. Along with tracking each machine's output, most manufacturers calculate each machine's capacity. Following this method, the machines that operate at the highest capacity typically causes other machines to operate at lower capacities, and it is therefore bottlenecking the other machines.
മൂന്നാമത് പറയുന്ന പോയിന്റിൽ അപ്പോൾ ത്രൂപുട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് മെഷർമെൻ്റ് ആണ് നമ്മളുടെ ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഇനി കപ്പാസിറ്റി മെഷർമെൻറ്റിൽ ചിലപ്പോൾ ഒരു മെഷീൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അപ്പോൾ ദെൻ ഓട്ടോമാറ്റിക്കലി മറ്റു മെഷീൻസൊക്കെ ചിലപ്പോൾ കുറവേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതായത് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് നമുക്കത് കൗണ്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ മെഷീനറീസും നമുക്ക് നോക്കുമ്പോൾ അത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഇവിടെ പറയുന്നത് അലോങ് വിത്ത് ട്രാക്കിംഗ് ഈച്ച് മെഷീൻസ് ഔട്ട്പുട്ട്, most manufacturers calculate each machine's capacity. Following this method, the machine that operates at the highest capacity typically causes other machines to operate at lower capacities, and it is therefore bottlenecking the other machines. അതാണ് ഇവിടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലോവർ പ്രൊഡക്ഷനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് മെഷീൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. 3 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഒന്ന് അക്യുമുലേഷൻ, സെക്കൻഡ് വൺ ഈസ് ത്രൂപുട്ട്, ആൻഡ് തേർഡ് വൺ ഈസ് കപ്പാസിറ്റി. ദെൻ താഴെ എ പവർഫുൾ അപ്രോച്ച് ടു അഡ്രസ് ബോട്ട്നെക്ക് ആൻഡ് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് ഈസ് എ തിയറി കൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ that is Eliyahu Goldratt. The basically of this theory are ഇത്തരത്തിലെ ബോട്ട്നെക്കുകളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന പവർഫുൾ അപ്രോച്ചസ് അല്ലേ. ബോട്ട്നെക്ക് എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോട്ട്നെക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ അതായത് ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മളോട് എന്ത് പറയുന്നത്, ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥയാണ് നമ്മളുടെ കപ്പാസിറ്റി കൺസ്ട്രെയിൻ. കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ഈ ബോട്ട്നെക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ സിസ്റ്റം കൺസ്ട്രെയിൻറ്റ്. നമുക്ക് സിസ്റ്റം കൺസ്ട്രെയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നോ ഇംപ്രൂവ്മെൻറ്റ് ഈസ് പോസിബിൾ അൺലെസ് ദ കൺസ്ട്രെയിൻറ്റ് ഓർ വീക്കസ്റ്റ് ലിങ്ക് ഈസ് ഫൗണ്ട്. Decide how to exploit the system constraint. Make the constraints as effective as possible. Subordinating everything else to that decision. Align every other part of the system to support that constraint, even if this reduces the efficiency of non-constrained resources. Fourth point is elevate the system constraint. If output is still inadequate, acquire more of these resources so it is no longer become a constraint. If in the previous steps the constraints have been broken, go back to step 1, but do not let the then inertia become the system constraint. After this constraint problem is solved, go back to the beginning and start over. അതായത് പവർഫുൾ അപ്രോച്ച് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈങ് ദ സിസ്റ്റം കൺസ്ട്രെയിൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം ഡിസൈഡ് ഹൗ ടു എക്സ്പ്ലോയിറ്റ് ദ സിസ്റ്റം. ദെൻ ഈ കൺസ്ട്രെയിൻറ്റ് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ സബോർഡിനേറ്റ് എവറിത്തിങ് എൽസ് ടു ദ ഡിസിഷൻ. Elevate the system constraints. In this previous step, the constraints have been broken. Go back to step 1, but do not let the inertia become the system constraint. After this constraint problem is solved, go back to the beginning and start over. Then next point is how to avoid bottleneck in production. How to avoid bottleneck in production. അപ്പോൾ bottleneck എന്താണെന്ന് മനസ്സിലായി. Next one is how to avoid bottleneck. നമുക്ക് ഈ ബോട്ടിൽനെക്ക് പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദർ ആർ സെവറൽ വേസ് ടു അവോയ്ഡ് ബോട്ടിൽനെക്ക് പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ ഈസ് ബോട്ടിൽനെക്ക് അനാലിസിസ്. ഫസ്റ്റ് പോയിന്റ് ഈസ് ബോട്ടിൽനെക്ക് അനാലിസിസ്. First one is bottleneck analysis, and second point is adding capacity. Adding capacity. Then third point is automation. Automation. Then fourth point is outsourcing. Outsourcing.
Then fifth point is eliminate wasteful practices. Then ഒരു പോയിന്റ് കൂടി ഉണ്ട്, പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്. പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് ഞാൻ നോക്കാം. ഹൗ ടു അവോയ്ഡ് ബോട്ടിൽ നെക്ക്. ഇത്തരത്തിലുള്ള ബോട്ടിൽ നെക്ക് പ്രോബ്ലംസ്, അതായത് കപ്പാസിറ്റി കൺസ്ട്രെയിൻ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ച്, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ യാതൊരു ബ്ലോക്കും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. മതിയായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഈ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഉതകുന്ന രീതിയിലായിരിക്കണം നമുക്ക് എന്ത് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുമ്പോഴാണ് നമ്മളോട് എന്ത് പറയുന്നത് കപ്പാസിറ്റി കൺസ്ട്രെയിൻഡ് ഓർ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ദെൻ ഇത്തരത്തിലുള്ള ബോട്ടിൽ നെക്കുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഫസ്റ്റ് വൺ ഈസ് ബോട്ടിൽ നെക്ക് അനാലിസിസ്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നിലവിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് the best way to manage bottleneck is to avoid them in the first place. This is accomplished through bottleneck analysis in operations management, which is often connected with the adoption of lean manufacturing principles such as Six Sigma. Then അവിടെ ഏതൊക്കെ പോയിൻറ്റ്സുകളിലൂടെ നോക്കാം. ദ ബെസ്റ്റ് വേ ടു മാനേജ് ബോട്ടിൽ നെക്ക്, ശരിയായിട്ടുള്ള രീതിയിൽ ബോട്ടിൽ നെക്ക് മാനേജ് ചെയ്യാനായിട്ട് ടു അവോയ്ഡ് ദം ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, ആദ്യമേ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ബോട്ടിൽ നെക്ക് അനാലിസിസ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ബോട്ടിൽ നെക്ക് അനാലിസിസിലൂടെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. വിച്ച് ഈസ് ഓഫൺ കണക്റ്റഡ് വിത്ത് ദ അഡോപ്ഷൻ ഓഫ് ലീൻ മാനുഫാക്ചറിങ് പ്രിൻസിപ്പിൾസ് സച്ച് ആസ് സിക്സ് സിഗ്മ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അഡോപ്ഷൻ ഓഫ് ലീൻ മാനുഫാക്ചറിങ് പ്രിൻസിപ്പിൾസ് സിക്സ് സിഗ്മ എന്ന് പറയുന്നുണ്ട്. ആ 6 പോയിൻറ്റ്സ് നോക്കിയിരിക്കണം. അതായത് ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് പ്രോസസ് വിച്ച് എയിംസ് ടു റിഡ്യൂസ് ഡിഫോൾട്ട്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കണക്കുകൾ നമ്മൾ വ്യക്തമായിട്ട് നോക്കിയിരിക്കണം. അതേപോലെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിരിക്കണം. ഡിഫക്റ്റ്, അതായത് ഡിഫക്റ്റ് ഉള്ള പ്രോഡക്റ്റുകൾ നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഓവറോളായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് അവിടെ പറയുന്നത്. ബോട്ടിൽ നെക്ക് അനാലിസിസിലൂടെ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുകൾ നമ്മൾ അവോയ്ഡ് ചെയ്തുകളും 6 പോയിൻറ്റ്സ് നമ്മളതിനെ കൺസിഡർ, ക്വാളിറ്റി, ഡിഫക്റ്റ് ഇതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? ആ ബോട്ടിൽ നെക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കിയിട്ട് അതെല്ലാം അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ ലീൻ മാനുഫാക്ചറിങ് പ്രിൻസിപ്പിൾ സച്ച് സിക്സ് സിഗ്മ ഒരു എക്സാമ്പിൾ. സ്റ്റാറ്റിസ്റ്റിക് ബേസ്ഡ് പ്രോസസ് വിച്ച് എയിംസ് ടു റിഡ്യൂസ് ഡിഫോൾട്ട് കുറയ്ക്കാനായിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് ദറ്റ് ഈസ് adding capacity. Adding capacity by increasing resources like men and machines. This is often done with inexpensive, low-tech, next one is low complexity equipment that will be done less often to a complex high-tech solution. അതായത് adding capacity. നമുക്ക് ഈ കപ്പാസിറ്റി കൺസ്ട്രെയിൻ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് കപ്പാസിറ്റി ആഡ് ചെയ്ത് കൊടുത്ത് മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ ആഡിങ് കപ്പാസിറ്റി ബൈ ഇൻക്രീസിങ് റിസോഴ്സസ് ലൈക്ക് മെൻ ആൻഡ് മെഷീൻസ്. ദിസ് ഈസ് ഓഫൺ ഡൺ വിത്ത് ദ ഇൻഎക്സ്പെൻസീവ് low complexity equipment that will be done less often than complex high-tech solution. Then third point, that is automation. തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? ഓട്ടോമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഓട്ടോമേഷനിലെ ആഡിങ് കപ്പാസിറ്റി ബൈ ഓട്ടോമേറ്റിംഗ് ദ പ്രോസസ് ഫർദർ. ദിസ് ക്യാൻ ഓൺലി ഡൺ ബൈ കെയർഫുള്ളി അസസ് ദ ബെനിഫിറ്റ് ഓഫ് ഫുൾ ഓട്ടോമേഷൻ ആൻഡ് ടു ഡു ഗോ സ്ലോലി ഇൻ ദ ഡയറക്ഷൻ. ഒന്നുകൂടെ ഓട്ടോമാറ്റിക് ആക്കി മാറ്റി എന്ന് പറയുന്നതാണ്. ആഡിങ് കപ്പാസിറ്റി ബൈ ഓട്ടോമേറ്റിംഗ് ദ പ്രോസസ് ഫർദർ.
അതായത് പ്രോസസ്സ് ഒന്നുകൂടെ വിലയിരുത്തിയതിന് ശേഷം നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആഡിങ് കപ്പാസിറ്റി ബൈ ഓട്ടോമേറ്റിംഗ് ദ പ്രോസസ് ഫർദർ. ദിസ് ക്യാൻ ഓൺലി ബി ഡൺ ബൈ കെയർഫുൾ assessment of the benefit of full automation and to go slowly in that direction. The next point is outsourcing process. Then bottleneck can also reduce by subcontract work to other companies when needed. അതായത് ഇപ്പം നമുക്ക് സബ് കോൺട്രാക്റ്റ് വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയാം. അതായത് നമ്മുടെ കമ്പനിയുടെ തന്നെ എംപ്ലോയീസ് ആയിരിക്കില്ല, ചിലപ്പോൾ ചില പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോൺട്രാക്ടേഴ്സിനൊക്കെ കൊണ്ട് കോൺട്രാക്റ്റിൽ ഒരു 100 അല്ലെങ്കിൽ 10 100 ലേബേഴ്സിന് നമ്മൾ ഔട്ട്സോഴ്സിങ് അതെടുക്കാറുണ്ട്. ചിലപ്പോൾ റോ മെറ്റീരിയൽസ് അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ പല സർവീസസും നമ്മൾ വേറെ ഏതെങ്കിലും സബ് കോൺട്രാക്റ്റ് വഴി പെർമനൻ്റായിട്ട് കമ്പനിയുടെ എംപ്ലോയീസ് എല്ലാം പെർമനൻ്റായിട്ട് കമ്പനിയുടെ പ്രൊഡക്റ്റ് അങ്ങനെയൊന്നും അല്ലെങ്കിൽ കൂടെ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള സബ് വർക്കുകളിൽ നിന്ന് സബ് കോൺട്രാക്റ്റിൽ നിന്ന് പലപ്പോഴും നമ്മൾ എടുത്തുകൊണ്ട് ചെയ്യാറുണ്ട്. അവിടെയാണ് നമുക്ക് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്ന ടൈം ഉപയോഗിക്കുക. അങ്ങനെ ശരിക്കും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ഔട്ട്സോഴ്സിങ് സർവീസസിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അവിടെ ഔട്ട്സോഴ്സിങ്ങിലെ bottleneck can also reduce the subcontract work to other companies when needed. It may create issues in the terms of quality and confidentiality, but this economic benefit can be neglected if the demand is uneven or seasonal. Then next one is eliminate wasteful practices. Wasteful practices ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റൊരു സ്റ്റെപ്പ്. That is eliminate wasteful practices. By eliminating wasteful practices and constantly looking to increase the efficiency of manufacturing process by employing improvement tools, manufacturers can correct existing bottleneck as well as take steps to avoid future one from occurring. അതായത് വേസ്റ്റുകൾ കുറച്ചുകൊണ്ട് എലിമിനേറ്റ് വേസ്റ്റ്ഫുൾ പോളിസീസ്, വേസ്റ്റ്ഫുൾ ആവുന്ന പോളിസീസ് എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് ഫ്രൂട്ട്ഫുൾ റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. Then last point is process improvement. Bottleneck can also be reduced through process improvement. For example, studying the companies of the OEE, that is overall equipment effectiveness, that is for a piece of equipment and working on improving the ratios. That is അവിടെ ഓവറോൾ എക്യുപ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ് ഇത്രയാണ് നമുക്കതിൽ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ്, അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽനെക്ക്. കപ്പാസിറ്റി ബോട്ടിൽനെക്ക് ഈസ് ഓൾസോ കോൾഡ് ആസ് കപ്പാസിറ്റി കൺസ്ട്രെയിൻസ്. ദറ്റ് ഈസ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദെയർ കപ്പാസിറ്റി. ഡിമാൻഡ് കൂടുകയും കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അതായത് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പ്രൊഡക്ടിവിറ്റി കുറയുന്നൊരവസ്ഥ, ഇതൊക്കെയാണ് നമ്മളവിടെ ബോട്ടിൽനെക്ക് അറ്റ് ദ എൻഡ് മൊമെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നതിനെയാണ് ബോട്ടിൽനെക്ക് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽനെക്ക്? പീപ്പിൾ കൺസ്ട്രെയിൻ, മെറ്റീരിയൽ കൺസ്ട്രെയിൻ, എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻസ്, പ്രോസസ് കൺസ്ട്രെയിൻ, management constraints, policy constraints, environmental constraints. Identify the bottleneck. What are the methods for identifying the bottleneck? That is, the first point is accumulation, second point is throughput, and third point is capacity. How to avoid bottleneck in production? That is bottleneck analysis, process improvement, adding capacity, automation, outsourcing, and eliminating the wasteful practices. Then next one is estimation of capital requirements. അതിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ് എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്നുള്ളതാണ്. estimation of capital requirement. Estimation of capital requirements. Then the success or failure of production and distribution function of firms depend upon the manner in which the finance function is performed. It is therefore essential that each activity be carefully planned before any action is taken.
The ultimate objective of financial planning is to enable the firm to accomplish goals and objectives. Financial planning should achieve total integration and coordination of all the plans of the other functions of the firm. Capital requirement എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടായിരിക്കണം ഫോർ ദി സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എ പ്രൊഡക്ഷൻ പ്രോസസ്സ്. വളരെ സ്മൂത്തായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് മതിയായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടായിരിക്കണം ടു എൻഷുവർ ആഡ്വക്കേറ്റ് ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്, ശരിയായിട്ടുള്ള ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. A financial plan is a statement estimating the amount of capital and determining its composition. The quantum of funds required will depend upon the assets requirement of the business and building its capacity. Then there are number of ways for raising funds. The selection of various securities should be done carefully. The funds may be raised by issuing shares, debentures, etc. Once a pattern of financing is selected, then become very difficult to modify it. A financial plan also spell out the policies to be pursued for the flotation of various corporate securities, particularly regarding the time of their flotation. അതായത് ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് നമുക്ക് ഫിനാൻസ് എടുക്കേണ്ടതെന്നുള്ളത് മുൻധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സോഴ്സസിനെ കുറിച്ച്, സെക്യൂരിറ്റീസിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഓർ അതർ സോഴ്സസ് ഏതൊക്കെയാണെങ്കിലും അത് വ്യക്തമാക്കിയിരിക്കണം. വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ആയിരിക്കണം ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടേണ്ടത്. അവിടെ ദറ്റ് ഈസ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് സിസ്റ്റം, two activities: plan and control of material and planning control of capacities. These two activities must be coordinated based on marketplace requirement. Capacity planning techniques are designed to estimate capacity requirement far enough into the future to fulfill market requirement. ഇനി കപ്പാസിറ്റി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ റിസോഴ്സസ് എന്നുള്ള രീതിയിൽ 3 തരത്തിലുള്ള ടെക്നിക്സ് ആണ് നമ്മളോട് പറഞ്ഞത്. ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഡിസിഷൻ ട്രീ ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഈ 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ അനാലിസിസ്, BEP, ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഡിസിഷൻ ട്രീ, then third one is capital budgeting. Capital budgeting. ഏതൊക്കെ പോയിന്റ്സുകളാണ് നമുക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട്? BEP, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഡിസിഷൻ ട്രീ ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ദെൻ അവിടെ ഫസ്റ്റ് വൺ പറയുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നുള്ളതിലെ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് ദ വൺ ഓഫ് ദി മെത്തേഡ് യൂസ് ടു ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ് കാപ്പബിലിറ്റീസ്. Then it determines how cost and profit are influenced by production volume change. It helps evaluate changes in profit caused by changes in variable cost. Fixed cost, selling price, volume and the mix of product are sold. Studying the relationship between cost, sales and profit help the management evaluate capacity alternative. അവിടെ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ നമ്മളോട് മനസ്സിലാക്കുന്നത് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അനാലിസിസ് ആണ് അല്ലേ? കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അനാലിസിസ് ആണ് അവിടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. കോസ്റ്റും അതേപോലെ തന്നെ ഇൻകം ഒരേപോലെയുള്ള പൊസിഷനെയാണ് നമ്മളുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ്. നോ പ്രോഫിറ്റ് നോ ലോസ് സ്റ്റേജിനാണ് അവിടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് എന്തുമാത്രം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു ഏരിയയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ബ്രേക്ക് ഈവൻ അനാലിസിസും അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ ചാർട്ടും അതിൻ്റെ ടെക്നിക്സും മാർജിനൽ കോസ്റ്റിങ്ങും ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കണ്ടുപിടിക്കുന്ന റേഷ്യോ, പ്രോഫിറ്റ് വോള്യൂം റേഷ്യോ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കവിടെ ആ ഒരു ലെവലിൽ എത്രമാത്രം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹൗ ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് എങ്ങനെ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, കോസ്റ്റും പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും CVP, കോസ്റ്റ് വോള്യൂം പ്രോഫിറ്റ് അനാലിസിസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് BEP അനാലിസിസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ BEP അനാലിസിസ് ഈസ് ദ വൺ ഓഫ് ദി ടെക്നിക്സ് യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. എത്രമാത്രം ക്യാപിറ്റൽ ആവശ്യമുണ്ട്, എത്രമാത്രം അതിന് പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗപ്പെടുത്തുന്നു. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിസിഷൻ ട്രീസ്. The decision trees approach is another method of evaluating alternative capacities. It is particularly useful for weighing capacity expansion alternative when demand is uncertain and sequential decisions are required.
അവിടെ ഡിസിഷൻ ട്രീ അപ്രോച്ച് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ നിന്ന് പഠിക്കുന്നതാണ് ഡിസിഷൻ ട്രീ അനാലിസിസ്. Decision tree analysis or approach is another method for evaluating alternative capacities. It is particularly useful for weighing capacity expansion alternatives when demand is uncertain. The sequential decisions are required. ഡിമാൻഡ് അൺസർട്ടൈൻ ആണെങ്കിൽ നമുക്ക് ഈ സീക്വൻഷ്യൽ ഡിസിഷൻസ് എല്ലാം ആവശ്യമായിട്ട് വരും. ദെൻ തേർഡ് പോയിന്റ് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കംപ്രൈസസ് ടു ടേംസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആൻഡ് ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബഡ്ജറ്റിംഗ് മീൻസ് പ്ലാനിങ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള പ്ലാനിങ്ങിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് അനദർ വേ ടു ഡിറ്റർമിൻ കപ്പാസിറ്റി. Operations managers have discretionary power over some capital budget expenditure. Operations managers-ന് ചില പ്രത്യേക തരത്തിലുള്ള പവർ ഉണ്ട്. എന്തിനുള്ളത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് ചില പവേഴ്സ് ഉണ്ട്. ഫെസിലിറ്റീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് often referred to capital budgeting is the process planning and evaluating long-term capital expenditure. Capital budgeting can be used in situations such as selecting the product line, deciding whether to sell or keep the business concern, and evaluate alternative asset investment options. ഇതാണെങ്കിലും പറയാവുന്ന 3 പോയിൻറ്റ്സ്. ഒന്ന് ബ്രേക്ക് ഈവൺ അനാലിസിസ്, രണ്ടാമത് പറയുന്നത് ഡിസിഷൻ ട്രീ, ആൻഡ് തേർഡ് വൺ ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക്. നോക്കാം. ലാസ്റ്റ് ടോപ്പിക്ക് എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അതിന് മുൻപ് വാട്ട് ഈസ് മെൻ ബൈ കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽ നെക്ക്. Capacity constraint. What is meant by bottleneck? And what are the different types of bottleneck? Different types of bottleneck. ഏതൊക്കെയാണ് പലതരത്തിലുള്ള bottleneck problems എന്താണെന്ന് പറഞ്ഞു. People constraint, material constraint, process constraint, management constraint, policy constraint, and then environmental constraints, equipment constraints, etc. ഇതൊക്കെയാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത different types of bottleneck. Then identifying bottleneck. Bottleneck എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? അക്യുമുലേഷൻ, ത്രൂപുട്ട് ആൻഡ് കപ്പാസിറ്റി. ഈ 3 പോയിൻറ്റ്സാണ് ബോട്ടിനെക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഹൗ ടു അവോയ്ഡ് ബോട്ടിനെക്ക് ഇൻ പ്രൊഡക്ഷൻ. എങ്ങനെ പ്രൊഡക്ഷനിൽ നിന്ന് ബോട്ടിനെക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും? ബോട്ടിനെക്ക് അനാലിസിസ്, ആഡിങ് കപ്പാസിറ്റി, ഓട്ടോമേഷൻ, ഔട്ട്സോഴ്സിങ്, എലിമിനേറ്റ് വേസ്റ്റ്ഫുൾ പ്രാക്ടീസസ്. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് എന്ന് പറയുമ്പോൾ എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് BEP അനാലിസിസ്, ഡിസിഷൻ ട്രീ ടെക്നിക്സ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. വളരെ നന്നായിട്ട് വായിച്ച് നോക്കാം, നന്നായിട്ട് പഠിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.